കേസിൽ സമഗ്രമായൊരു അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പരിശ്രമിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റാമിനെയും സംഗീതയെയും പ്രതികളാക്കിക്കൊണ്ട് കേസങ്ങ് രജിസ്റ്റർ ചെയ്തു. റാം ഈസ് എ കൾപ്രിറ്റ്, ഷീ ഓൾസോ കൾപ്രിറ്റ്. ഇവരെല്ലാവരും കൂടിയാണ് ഇത് ചെയ്തെടുത്തത്. ഇവർ രണ്ടുപേർ മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നിരവധി പ്രതികളുണ്ട് ഈ കേസുമായി. വേറെയുമുണ്ട്. ലോൺ ആപ്പിലെ 3 ഉദ്യോഗസ്ഥരെ നോയിഡയിൽ പോയി വിതിൻ 3 days അറസ്റ്റ് ചെയ്ത പോലീസിന് റാമിനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് ആരോടോ ഇത് പറയുന്നത്? വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? അതായത് നോയിഡ വരെ പോയി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ പൊക്കാനുള്ള ശേഷി കേരള പോലീസിനില്ലെന്ന് പറയുന്നത്. കേരള പോലീസിനുണ്ട്, അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ. ഇയാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കേരള പോലീസ്. പാവപ്പെട്ടവനെ പിടിക്കാൻ വളരെ സിമ്പിളാണ്. പണമുള്ളവനെയും അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവനെയും എന്തോരം നോക്കിയാലും കിട്ടില്ലല്ലോ. അത് കിട്ടില്ലാതെ എന്തായാലും അവർക്ക് കണ്ണ് വല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് അവർ നടക്കുന്നത്. അല്ലാത്തപ്പം നല്ല കണ്ണടയാണ്, അല്ലാത്തപ്പം കണ്ണില്ലേ അവർക്ക്. അത് വലിയ ബിഗ് ക്വസ്റ്റ്യൻ ആണത്, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പോക്കേ. അതെ.